വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 2-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച് ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരരെ, 25 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ച് പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ആത്മീയമായി ഒരുക്കി കർത്താവിൻ്റെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ വളരെ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ വായിച്ച് കേട്ട തിരുവചന ഭാഗം, പ്രത്യേകിച്ച് ഈശോയുടെ ജനന സമയത്ത് ലോകദൃഷ്ടിയിൽ ഒന്നുമല്ലാതിരുന്ന, അല്ലെങ്കിൽ ആരാലും പരിഗണിക്കപ്പെടാതെ പോയിക്കൊണ്ടിരുന്ന നിസ്സാരരായ ആ ആട്ടിടയർക്ക് എത്രയോ വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചത് എന്ന തിരുവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നതാണിത്. അതെ, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം തന്നെ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് ഈ ആട്ടിടയർ. ഈ നോമ്പുകാലത്ത് ഇന്നേ ദിവസം ഇവിടെ ഈ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് വചന സന്ദേശം നൽകുവാൻ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചതും ഇതുതന്നെയാണ്. ഈ ആട്ടിടയരെ നമുക്കൊരു ധ്യാന വിഷയമാക്കിയാലോ എന്ന്. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം തിരിച്ചറിയേണ്ട, അല്ലെങ്കിൽ നാം മാതൃകയാക്കേണ്ട ആളുകളാണ് ഈ ആട്ടിടയർ. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവകൃപ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ വേണ്ടി ഈ ആട്ടിടയരുടെ ജീവിതം നമുക്ക് നമ്മുടെ മുൻപിൽ പ്രശോഭിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അറിയാം, ദാവീദിൻ്റെ ഭവനത്തിൽ ജന്മം കൊള്ളുന്നവന് ദാവീദിൻ്റെ ഛായ ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രധാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ് എന്ന് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദാവീദ് ആരായിരുന്നു എന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് ആട്ടിടയനായിരുന്നു. ആട്ടിടയനായിരുന്ന ആ ദാവീദാണ് പിന്നീട് രാജാവായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ആട്ടിടയനായിരുന്ന ആ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട കർത്താവും ഒരു ഇടയനായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് ഇടയനായിട്ടാണ് കടന്നു വന്നത്. അത് പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നല്ല ഇടയനെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ഈ ദാവീദിൻ്റെ ഛായ തന്നെ. ദാവീദ് ആട്ടിടയനായിരുന്നത് പോലെ കർത്താവും നല്ല ഇടയനായിട്ടാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ദാവീദിനെ ജസ്സെ, ദാവീദിൻ്റെ പിതാവ് പരിചയപ്പെടുത്തുന്നത് തന്നെ ഇടയച്ചെറുക്കൻ എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ
ഈ ഒരു ഇടയനായിരുന്ന ദാവീദിനെ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് ദൈവം ഒരു രാജാവായിട്ട് ഉയർത്തിയപ്പോഴും ആ ഇടയനായ ദാവീദ് ആ കൊട്ടാരത്തിൽ വസിക്കുവാൻ വേണ്ടിയിട്ടല്ല തയ്യാറായത്, മറിച്ച് തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ദൈവം എന്നെ തെരഞ്ഞെടുത്ത് തന്നെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ ജനതയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ദാവീദ് രാജാവിനെയാണ് നമ്മൾ പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് കാണുക. കർത്താവിലേക്ക് കടന്നു വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ കർത്താവായ ഈശോ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അവിടുന്ന് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനായി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി അവതാരം ചെയ്യുവാൻ തിരുമനസ്സായത് പിതാവിൻ്റെ സന്നിധിയിൽ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീരുവാൻ തയ്യാറായത് അവിടുന്ന് രാജാതിരാജനായി തീർന്നിട്ടും അവിടുന്ന് ഈ ശുശ്രൂഷയുടെ തലത്തിലേക്ക് കടന്നു വരുവാൻ തയ്യാറായത് മറ്റൊന്നുകൊണ്ടുമല്ല, ആ ഇടയ മനോഭാവം തന്നെ കർത്താവിൻ്റെ ജീവിതത്തിലുമുണ്ട്. പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി കടന്നു വന്ന ആ ദിവ്യ തിരുക്കുമാരനെയാണ് നമ്മൾ അവിടെ കാണുക. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ അധിപനായിട്ട് രാജാവായിട്ട് ഉയർത്തപ്പെട്ട ദാവീദിൻ്റെ അതേ ചിന്താഗതിയോടുകൂടി തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കർത്താവ് യഥാർത്ഥ ഇടയനായിട്ട് മനുഷ്യനെ പൂർണ്ണമായിട്ടും നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇടയനായിട്ട് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, എൻ്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കുമെന്ന് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ഉയർത്തിയ ദാവീദിനെ കുറിച്ച് പറയുമ്പോഴും അധിപനാണെന്നുള്ള ആ ചിന്തയോടുകൂടി വ്യാപരിക്കാതെ ജനത്തിൻ്റെ കൂടെയായിരിക്കുന്ന ഒരു നല്ല ഇടയനായ ദാവീദിനെയാണ് കാണുക. വീണ്ടും ദൈവജനത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന തൻ്റെ ആടുകൾക്ക് വേണ്ടി സ്വയം തിരഞ്ഞിറങ്ങുന്ന ഒരു നല്ല ഇടയനായിട്ട് മാറണം നാം ഓരോരുത്തരും എന്ന ചിന്ത കർത്താവിൻ്റെ ജീവിതത്തിലൂടെയും ദാവീദ് രാജാവിൻ്റെയും ജീവിതത്തിലൂടെ നമുക്ക് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ആട്ടിടയരായി ഈ മനുഷ്യരെ സംബന്ധിച്ച് ആടുകളെ കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഇടയരുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ നമ്മൾ ധ്യാനിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ആ ആട്ടിടയരെ സംബന്ധിച്ച് ഒന്നാമതായിട്ട് കാണുന്ന ഒരു വലിയ പ്രത്യേകത ജാഗ്രതയുള്ള ഒരു മനസ്സ് ഉണ്ടായിരുന്നു അവർക്ക് എന്നുള്ളതാണ്. ജാഗ്രതയുള്ള ഒരു മനസ്സുണ്ടായിരുന്ന പാവപ്പെട്ട ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 38-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്യന്മാർ ഭാഗ്യവാന്മാരെന്ന് തിരുവചനം പറയുന്നത്. ഭാഗ്യമുള്ളവരായി തീരുന്നത് ജാഗ്രതയുള്ള മനസ്സോടുകൂടി ജീവിക്കുന്നവർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ആട്ടിടയരെ സംബന്ധിച്ച് തിരുവചനം പറഞ്ഞു വെക്കുന്നത്, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു എന്ന്. അവർക്ക് വേണമായിരുന്നെങ്കിൽ തങ്ങളുടെ ആടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പകൽ മുഴുവനും അതിനെ മേച്ചിൽപ്പുറത്ത് കൂടി കൊണ്ടുപോയിട്ട് തിരിച്ച് കൂട്ടിൽ കയറ്റി അവർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമായിരുന്നു രാത്രിയിൽ. ഇല്ല, തങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന തങ്ങളുടെ ആടുകളെല്ലാം പ്രിയപ്പെട്ടതാണെന്നുള്ള ആ ബോധ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാത്രി ജാഗ്രതയോടുകൂടി തങ്ങളുടെ ആടിനെ രാത്രിയിലും ആരും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി, ഈ രാത്രിയിൽ തങ്ങളുടെ ആടുകളെ ആരും മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ജാഗ്രതയോടുകൂടി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പങ്കുവെച്ചു തരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചിന്തയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ജാഗ്രത കുറവുണ്ടാകുമ്പോൾ, എവിടെയെങ്കിലും നമുക്ക് ആത്മീയ ജീവിതത്തിൽ ജാഗ്രത കുറവുണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയുക. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിപ്പോകുന്ന നല്ല ഒരു ഇടയനെ കുറിച്ചും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബാക്കി 99 കൂടെയുണ്ടല്ലോ, ഒന്നല്ലേ നഷ്ടപ്പെട്ടുള്ളൂ എന്നുള്ള ചിന്തയല്ല, ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ജാഗ്രത ആ ഇടയനുണ്ട്. ആ
ജാഗ്രതയാണ് അതിനെ തേടി കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് ആ ഇടയനെ സഹായിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ നഷ്ടപ്പെട്ടു പോയതും എനിക്ക് പ്രിയപ്പെട്ടതാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടി ആ നഷ്ടപ്പെട്ടു പോയ ആടിനെയും കൂട്ടത്തിലേക്ക് ബാക്കിയുള്ള 99 അരികിലേക്കും കൂട്ടിക്കൊണ്ടുവരുന്ന ആ നല്ല ഇടയൻ. ഓർക്കുക, കൂട്ടം വിട്ടു പോയപ്പോൾ അനുസരണക്കേട് കാണിക്കുന്നവരെ ശിക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഈ ഇടയൻ ചെയ്തത് അതിനെ എടുത്ത് തോളത്ത് വെച്ച് ഈ മറ്റാടുകളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. എത്ര സ്നേഹത്തോടു കൂടിയാണ്, ജാഗ്രതയോടു കൂടിയാണ് ഇനിയും ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ചിന്തയോടുകൂടി തന്നെ അതിനെ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ഒരിടയൻ. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരിക്കലും ഒരു ജാഗ്രത കുറവ് വരുവാൻ ഇടവരാതെ പൂർണ്ണമായിട്ടും ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ള നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരാതെ സ്വർഗീയ പിതാവ് അത്രമാത്രം നമ്മളെക്കുറിച്ച് ജാഗ്രതയുള്ളവനാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എത്രമാത്രം ജാഗ്രതയോടുകൂടി ആ ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം തിരിച്ചറിയുക. ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ലാഘവത്വം അല്ലെങ്കിൽ അലസത, ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു ചിന്തയോടുകൂടി കടന്നു പോകാതെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയോടുകൂടി ദൈവത്തെങ്കിലേക്ക് കടന്നു വരുവാൻ സാധിക്കട്ടെ. ഒരുപക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതിന് വിപരീതമായിട്ട് പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം. അപ്പോഴും ആ ദൈവത്തെ കൂടുതൽ തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന അവസരമാണിതെന്നുള്ള ബോധ്യത്തോടുകൂടി കൂടുതൽ താല്പര്യത്തോടുകൂടി ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയാകണം. അവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ നമുക്ക് കൂടുതൽ വിവേചിച്ചറിയുവാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള, ഒരിക്കലും ഞാൻ ദൈവത്തോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു സമയമുണ്ട്, എന്തിനാണ് എനിക്ക് ഇത്രയും വലിയ വേദന, ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു ദിവസം തന്നെ എനിക്ക് തന്നത് എന്ന് ദൈവത്തോട് ചോദിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. അത് മറ്റ് ഒരു ദിവസവുമല്ല, ഞാൻ പുത്തൻ കുർബാന ചൊല്ലിയ അന്ന് തന്നെയാണ്. 1998 ഡിസംബർ 29 ഞാൻ പട്ടം സ്വീകരിച്ച അന്ന് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സങ്കടമുണ്ടായത്. ഞാൻ അന്ന് ദൈവത്തോട് ചോദിച്ചത്, ഞാൻ അങ്ങയുടെ ഒരു പുരോഹിതനായിട്ട് തീർന്ന ദിവസമാണിന്ന്. എത്രയോ ഒരുക്കത്തോടു കൂടി ഒരു പുരോഹിതനായിട്ട് കടന്നു വന്ന ദിവസം ഇതാ. ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ച് ഒരുങ്ങി അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു പുരോഹിതനായി തീരാൻ വേണ്ടിയിട്ടല്ലേ ആഗ്രഹിച്ച്, അതെനിക്ക് തന്നു അങ്ങ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് തന്നെ എനിക്ക് ഇതുപോലൊരു വലിയ ദുഃഖം തന്നത്? മറ്റൊന്നുമല്ല, എൻ്റെ ചാച്ചൻ്റെ പെങ്ങൾ പട്ടം കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുമ്പയിൽ ഇവിടെ വന്നതാണ്, നാട്ടിൽ നിന്നും വന്നതാണ്. ഇവിടെ വെച്ച് പട്ടം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വെച്ച് മരിച്ചു. ഞാൻ പട്ടം സ്വീകരിച്ചിട്ട് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് നടത്തിയ കർമ്മം എന്ന് പറയുന്നത് എൻ്റെ ആൻറ്റിയെ അടക്കം ചെയ്താണ് എൻ്റെ ആദ്യത്തെ ഔദ്യോഗികമായിട്ട് കർമ്മം ഞാൻ ചെയ്തത്. ഞാൻ അന്ന് ദൈവത്തോട് ചോദിച്ചത്, അന്ന് രാത്രി തന്നെ പട്ടം സ്വീകരിച്ചിട്ട് ആൻറ്റിയുടെ ഡെഡ് ബോഡിയുമായിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് അസ്വസ്ഥത ഉണ്ടായി വണ്ടിക്ക് കൊണ്ടുവന്ന് ഈ നടുവിലെത്തിയതിനും ആൻറ്റി മരിച്ചു. എന്നിട്ട് അന്ന് രാത്രിയിൽ തന്നെ ആൻറ്റിയുടെ ഡെഡ് ബോഡിയുമായിട്ട് നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഒത്തിരി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം അതാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഭാഗ്യമുള്ളവനാ, നീ ഭാഗ്യമുണ്ട്, അതുകൊണ്ടല്ലേ നിനക്ക് ഈ കർമ്മം നടത്താനൊക്കെ പറ്റിയത് എന്ന്. പക്ഷേ എനിക്കത് അങ്ങ് അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ശാന്തതയോടുകൂടി ആയിരുന്നപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി എത്രയോ വലുതാണ് എന്ന്. കാരണം ദൈവം ഒരുക്കി എന്നെ അഭിഷേകം ചെയ്തു, അതിനുശേഷമാണ് ഇത് സംഭവിച്ചത്. ഇതൊരു ദിവസം മുമ്പായിരുന്നെങ്കിൽ, പട്ടത്തിനിടയിലായിരുന്നെങ്കിലോ എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരുന്നൊരു സാഹചര്യം. പക്ഷേ അതല്ല, ദൈവം ഒരുക്കുന്ന പദ്ധതികൾ അതുപോലെ ഒത്തിരി രക്ഷാകരമായിട്ടുള്ള പദ്ധതിയാണ്. ദൈവം അത്രമാത്രം ജാഗ്രതയോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കാണുക. അങ്ങനെയെങ്കിൽ ഞാനും ദൈവത്തെ എത്രയധികം സ്നേഹത്തോടു കൂടി കാണേണ്ടവനാണ്. ആ ദൈവത്തോട് എത്രമാത്രം സ്നേഹത്തോടു കൂടി അടുത്തായിരിക്കേണ്ടതാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുവാനും ആ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ കടന്നു പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ വളരെ ഇങ്ങനെയൊക്കെ
മതിയായി സാരമില്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും അലസത വരുത്തുവാൻ വേണ്ടിയിട്ട് ഇടവരരുത്. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കത്തിച്ച ദീപവുമായിട്ട് മണവാളനെ എതിരേൽക്കാൻ വേണ്ടി പുറപ്പെട്ട 10 കന്യകമാർ, അവർ വിളക്കുമെടുത്തിട്ടാണ് ആ മണവാളനെ എതിരേൽക്കുവാൻ വേണ്ടി കടന്നു പോകുന്നത്. പക്ഷേ 5 പേര് വിവേകത്തോടു കൂടി ആ വിളക്കിൽ എണ്ണ നിറച്ചിട്ടാണ് കടന്നുപോയത്. എന്നാൽ 5 പേര് വിളക്ക് മാത്രം എടുത്തു. ഇത്രയും ജാഗ്രതയില്ലാതെ, വിളക്ക് എന്തിനാ, വെറുതെ അതിൻ്റെ അകത്ത് എണ്ണയില്ലാതെ കത്തിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെയാണ് ഇവർ കടന്നു പോവുക. ആ വിളക്ക് കൊണ്ടുപോയി ആരാണ് എണ്ണ തരിക എന്നുള്ള ഒരു ബോധ്യം പോലും ഇല്ലാതെ അവർ കടന്നു പോകുന്നത്. അതെ, ഇങ്ങനെയൊക്കെ മതി, ഈ വിളക്ക് കൊണ്ട് മാത്രം പോയാൽ മതി, മണവാളനെ എതിരേൽക്കാമെന്നുള്ളൊരു ചിന്തയാണോ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി കടന്നു പോകുന്നത്? അതൊരിക്കലും ആത്മീയ ജീവിതത്തിൽ നല്ലതല്ല എന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ ഉണർവില്ലാതെ കടന്നുപോയപ്പോൾ അവർ ഉറങ്ങുവാൻ പോയി. ഈ കന്യകമാരവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് അവിടെ മണവാളൻ കടന്നു വരുന്നത്. മണവാളൻ കടന്നു വന്നപ്പോൾ ജാഗ്രതയോടുകൂടിയായിരുന്നവർ, ഒരുക്കത്തോടുകൂടിയായിരുന്നവർ, അവർ യഥാർത്ഥത്തിൽ മണവാളനോടൊപ്പം മണവറയിലേക്ക് കടന്നു വരികയാണ്, അകത്ത് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു പോയപ്പോഴും കൂടെയായിരുന്ന ശിഷ്യന്മാർ ഉണർവില്ലാതെ ഉറക്കത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. അവർ ആ ഉറക്കത്തിലേക്ക് കടന്നു പോകുന്നതിന് കാരണം അവിടെ വേദനയോടുകൂടി അവിടെ കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ മാത്രമാണ് അവർ കണ്ടത്. പക്ഷെ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ച് കൂടുതൽ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി കടന്നു വരുന്ന ആ യേശോയെ അവർക്ക് തിരിച്ചറിയുവാൻ ആ നിമിഷം അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് കടന്നു വരുമ്പോൾ അവർ ഉറങ്ങുന്നവരായിട്ട് കാണുന്നത്. അവരവരുടെ ഉറക്കത്തോടു കൂടി കാണുക. കർത്താവ് പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഇത് ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നിലകൊള്ളുമ്പോൾ ഇതാ ആ ഉറങ്ങുന്നവരെ കൈപിടിച്ചുയർത്തുകയാണ്. അവിടെ ദേ, നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി അവരെ ഉണർത്തുന്നത്. ആ ശക്തി സംഭരിച്ചത് ആ പിതാവിനോട് ചേർന്ന് നിന്ന ആ പുത്രൻ തമ്പുരാനെ കാണുകയല്ലേ നമ്മളവിടെ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആ വേദനയുടെ നിമിഷത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ അരികിൽ നിന്നും അകന്നു പോകുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യേണ്ടത്. അവരെ കുറ്റപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു, ഞാൻ പണ്ടേ ചിന്തിച്ചിട്ടുള്ളതാ, നിന്നെ കൂടുതൽ കൂട്ടിയപ്പോൾ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നവരായി ഇതാ കർത്താവ് എത്ര സ്നേഹത്തോടു കൂടിയാ ആ ശിഷ്യന്മാരെ നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ എന്ന് പറഞ്ഞ് അവരെ ഉണർത്തുകയാണ്. മറ്റൊന്നുമല്ല, പിതാവിനോട് ചേർന്ന് നിന്ന പുത്രൻ തമ്പുരാനെയാണ് അവിടെ കാണുക. ഇതുപോലെ ജാഗ്രതയോടുകൂടി നമ്മുടെ ഈ അനുദിന ജീവിതത്തിലെ വിഷമതകൾക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ കൂടുതൽ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് കർത്താവിന് കുരിശ് വിജയ ചിഹ്നമായി മാറിയത്. അതുകൊണ്ടാണ് കർത്താവിന് കുരിശ് വിജയചിഹ്നമായി മാറിയപ്പോൾ കർത്താവിനെ ക്രൂശിച്ചവർക്ക് കുരിശ് പേടി സ്വപ്നമായി മാറുന്നത്. അവർക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കാതെ കടന്നുപോയി. ജാഗ്രതയില്ലാത്തൊരു മനസ്സോടുകൂടി അവർ കഴിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൽ സമ്പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. ഈ ആട്ടിടയരെ നമുക്ക് കാണിച്ചു തന്ന ഒന്നാമത്തെ ജീവിത മാതൃക ജാഗ്രതയുള്ള ഒരു മനസ്സോടുകൂടി തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു എന്നുള്ളത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് നമുക്ക് നൽകുന്ന ഒരു മാതൃക. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ വളരെ ബോധ്യത്തോടുകൂടി ഒരുക്കത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ ഈ ആട്ടിടയരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നൊരു കാര്യമുണ്ട്. ഈ ദൈവദൂതൻ സന്ദർശനം നടത്തുന്നത് ഈ പാവപ്പെട്ടവരുടെ അരികിലേക്കാണ്. പാവപ്പെട്ടവരായ ഈ ആട്ടിടയരുടെ അരികിലേക്ക്. നമുക്കറിയാം, രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം കടന്നു വരുന്ന ആളുകളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം സക്കറിയായ്ക്ക് ദൈവദർശനമുണ്ടാകുന്നതിനെ കുറിച്ചാണ്. അതെ, രക്ഷാകര പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നു വരുന്നിടത്ത് സക്കറിയായും ഒരു പ്രധാനപ്പെട്ട
വ്യക്തിയായി മാറുകയാണ്. എലിസബത്തും സക്കറിയായും അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി തീർന്നുകൊണ്ട് ആ രക്ഷാകര പദ്ധതിയിൽ ഇടപെടുവാൻ വേണ്ടി ദൈവം ഒരുക്കുകയും അവരെ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്കും ഗബ്രിയേൽ ദൂതൻ കടന്നു വരുന്നുണ്ട്. ഇവിടെയും ഇതാ ആട്ടിടയരുടെ അരികിലേക്ക് ദൈവദൂതൻ കടന്നു വന്ന് ഒരു വലിയ സന്ദേശം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സക്കറിയായ്ക്കും എലിസബത്തിനും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയ്ക്കുമൊക്കെ ദൈവദർശനം ഉണ്ടായതുപോലെ തന്നെ ഈ ആട്ടിടയർക്കും ഉണ്ടാകുന്നതും ഇതേ ദൈവീകമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത്രമാത്രം വലിയൊരു പ്രതീക്ഷയുടെ വചനം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല, ഇതാ കൂടെയായിരിക്കുന്നവൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നവനാണെന്നുള്ള ആ ബോധ്യം പകർന്നു കൊടുക്കുന്ന ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇടപെടും. നമുക്കറിയാം, പലപ്പോഴും പഴയ നിയമത്തിലും അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവസാന്നിധ്യം അടുത്തുണ്ടായിട്ടും അത് തിരിച്ചറിയാതെ കടന്നു പോകുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്. പലരും കർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കർത്താവ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കുറേ ആളുകൾ ഇതൊക്കെ കേട്ടതിന് ശേഷം പറയുകയാണ്, ഇതൊക്കെ കേൾക്കാൻ ആർക്ക് പറ്റും, നീ പറയുന്ന ഈ വചനം ഇതൊന്നും ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും ആളുകൾ ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോയപ്പോൾ കർത്താവ് ഇത് കണ്ടിട്ട് വിഷമിക്കുകയൊന്നുമല്ല. പ്രസംഗം കേട്ട ഉടനെ തന്നെ, ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്തൊരു മനുഷ്യരാണ് എന്ന് അറിയാതെയാണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് പോകും അങ്ങനെ. പക്ഷെ കർത്താവ് അതുപോലും പറയാതെ ഉടനെ അടുത്ത് നിന്ന് ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾക്കും പോകണോ? നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാം. പക്ഷേ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്? നിത്യജീവൻ്റെ വചസ്സുകൾ നിൻ്റെ പക്കലാണ്, പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് പറഞ്ഞ് ആ വചനം കേൾക്കാൻ താല്പര്യത്തോടു കൂടി അവരവിടെ ഇരുന്നു. അതെ, കർത്താവിനെ സ്വീകരിച്ചവരുണ്ട്, തള്ളിക്കളഞ്ഞവരുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സന്ദേശം ശ്രവിക്കുവാൻ വേണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ, അത് നമുക്ക് പരിശുദ്ധ രൂപയെ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ കൂദാസകളിലൂടെ. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്യുന്നത് വഴി അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു ആവശ്യമുണ്ടാകുന്ന സമയത്ത് നമുക്കും മറ്റുള്ളവരുടെ ഒരു ഇടപെടലുണ്ടായി നമുക്ക് വലിയൊരു സഹായം കിട്ടുന്ന സമയമുണ്ടാകുമ്പോഴുമൊക്കെ അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നത് ആ നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓരോ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ആ ദേവാലയത്തിലായിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അല്ലെങ്കിൽ കടം വീട്ടി തരാനിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലല്ല ദൈവത്തെ കാണേണ്ടത്. മറിച്ച് നാം തിരിച്ചറിയേണ്ടത് കടം വീട്ടുന്ന ഒരിടത്തേക്കാളുപരി ദൈവത്തെ കൺകുളിർക്കെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കണം. എൻ്റെ സുരക്ഷയേക്കാളുപരി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് സുരക്ഷിതമായി കടന്നു വരുവാൻ വേണ്ടി പറ്റുന്ന ഒരിടമാണിതെന്നുള്ള ചിന്തയോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ചെറുതാണെങ്കിലും നിറമനസ്സോടുകൂടി ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാനുള്ള ഒരു ചിന്തയോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തെ പൂർണ്ണമായിട്ടും തിരിച്ചറിയാനുള്ള, അത്യധികമായി ദൈവത്തിൻ്റെ വേലക്കാരനാണ് ഞാനെന്നുള്ള ചിന്തയോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് ദേവാലയം എന്നുള്ള ചിന്ത ഉണ്ടാകട്ടെ. നാം അവിടുത്തെ ദാസരാണെന്നുള്ള ചിന്തയോടുകൂടി ആ ദൈവത്തെ തിരിച്ചറിയാനുള്ള ആഗ്രഹത്തോടുകൂടി ദേവാലയത്തിലേക്ക് കടന്നു വരണം. ആട്ടിടയർക്ക് ദൈവദർശനമുണ്ടായതുപോലെ നമുക്കും ദൈവദർശനം ദേവാലയത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനുഭവിച്ചറിയുവാൻ സാധിക്കണം. വീണ്ടും അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ ആട്ടിടയരെയാണ് നമ്മൾ തിരിച്ചറിയുക. അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ ആട്ടിടയരെയാണ് മൂന്നാമതായിട്ട് നമ്മൾ കാണുക. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ആഴത്തിലേക്ക് വലയിറക്കുക, മീൻ പിടിക്കുവാൻ വേണ്ടിയിട്ട് ആഴത്തിലേക്ക് വലയിറക്കുക എന്ന്. അത് പത്രോസിനോട് ആ കാര്യം പറഞ്ഞത് തന്നിലേക്ക് തന്നെ ഒന്ന് ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് കർത്താവ്. അവിടെ
തന്നിലേക്ക് തന്നെ ഒന്ന് ഇറങ്ങിക്കടന്ന് ഇറങ്ങിച്ചെന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്ന് പത്രോസിനോട് കർത്താവോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ശരിയാ, കടലിൽ വലയിറക്കാൻ പറഞ്ഞു, പക്ഷേ തന്നെക്കുറിച്ച് തന്നെ താൻ ആരാണെന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുവാൻ, ഈ കാര്യം പറഞ്ഞു തന്നവൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ആ ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് കർത്താവ് പറഞ്ഞു കൊടുത്ത വചനമാണത് എന്നുള്ള കാര്യം ഓർക്കുക. അത്ഭുതകരമായ ആ മീൻപിടുത്തത്തിന് ശേഷം ആ ശിഷ്യന്മാർ പിടിച്ച മീൻ കൊണ്ടുപോയി വിൽക്കുവാൻ വേണ്ടിയിട്ടല്ല തയ്യാറായത്, മറിച്ച് പിടിച്ച മീനും തങ്ങൾക്കുണ്ടായിരുന്ന വലയും വള്ളവും എല്ലാം ഉപേക്ഷിച്ച് ആ കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടി തയ്യാറാകുന്ന അടയാളം തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പല അടയാളങ്ങളും ദൈവം പങ്കുവെച്ച് തരുമ്പോൾ ആ അടയാളങ്ങളുടെ വഴിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടയാളങ്ങൾ ബാഹ്യമാണെങ്കിലും അതിൻ്റെ പൊരുൾ ആന്തരികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ആ നല്ല ദൈവത്തെ പൂർണ്ണമായിട്ടും അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നമ്മുടെ മനസ്സിലേക്ക് കർത്താവിൻ്റെ തിരുപ്പിറവിയൊക്കെയായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കായിട്ട് പങ്കുവെച്ച് തരുന്ന ഈ 3 ചിന്തകൾ നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ. അതെ, ആട്ടിടയർ യഥാർത്ഥത്തിൽ ജാഗ്രതയുള്ള മനസ്സോടുകൂടി ജാഗ്രതയുള്ള മനസ്സോടുകൂടി കടന്നുപോയവരായിരുന്നവർ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരിക്കലും ലാഘവബുദ്ധിയോടുകൂടി കടന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദർശനം കിട്ടുമ്പോൾ ആ ദർശനത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നവരായി തീരുക. അതാണ് ദേവാലയത്തിലേക്ക് നാം കടന്നു ചെല്ലുക. ദേവാലയത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് ദൈവത്തെ കാണാനായിരിക്കണം, ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ അപേക്ഷകൾക്ക് ഉടനടി ഉത്തരം നൽകി എനിക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടുള്ള കടങ്ങൾ വീട്ടുന്ന ഒരു ദൈവത്തെ കാണുവാൻ വേണ്ടിയിട്ടായിരിക്കരുത് അങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത്. എനിക്ക് കൺകുളിർക്കെ സന്തോഷത്തോടുകൂടി അനുഭവിച്ചറിയുവാനുള്ളൊരു നല്ല ദൈവത്തെ കാണുവാൻ വേണ്ടിയിട്ടായിരിക്കണം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് എന്ന ബോധ്യം അടയാളങ്ങളെ തിരിച്ചറിയുന്ന അടയാളങ്ങളെ തിരിച്ചറിയുന്നൊരു ജീവിതവും നയിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ. അനുദിന ജീവിതാനുഭവത്തിൽ നമുക്കുണ്ടാകുന്ന മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് വരുവാൻ ദൈവം ഒരുക്കി തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനും തമ്പുരാനും നന്ദി പറഞ്ഞ് ജീവിക്കുവാനും സാധിക്കട്ടെ. ഈ നിമിഷം നമുക്കൊരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കാം. കർത്താവായ ദൈവമേ, ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കി തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണിതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾക്കിന്ന് ഈ ദിവസം ഇവിടെ ആയിരിക്കുവാൻ സാധിച്ചത്. ഈ പരിശുദ്ധ കുർബാനയിൽ അപ്പമായി, ജീവൻ്റെ അപ്പമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ അതേറ്റവും വലിയൊരു അടയാളമാണ്. അതെ, ഞങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള ആ വലിയ അടയാളം ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയല്ലേ. ഞങ്ങൾ ജീവനുള്ളവരായി തീരുവാൻ വേണ്ടി ഞങ്ങളെ അവിടുന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്യുക. കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരുവാൻ കിട്ടുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നവരായി തീരാതെ ഞങ്ങൾ എപ്പോഴും അങ്ങയോട് ചേർന്നിരിക്കുന്നവരായി തീരുവാൻ, വിശുദ്ധിയിൽ വളർന്നു വരുവാൻ വേണ്ടി പരിശുദ്ധമായ ജീവിതം നയിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. കർത്താവേ, അങ്ങയോട് ചേർന്നിരിക്കുവാൻ, അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് എന്നും ഉണ്ടാകുവാൻ വേണ്ടി, അങ്ങയെ എപ്പോഴും കൺകുളിർക്കെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കട്ടെ. ജീവിതാനുഭവങ്ങളിൽ അങ്ങയെ തന്നെ ഞങ്ങൾ തിരിച്ചറിയുന്നവരായി തീരട്ടെ. കർത്താവേ, പരാതി പറയുന്നവരായി തീരാതെ സ്നേഹത്തോടുകൂടി അങ്ങയെ മനസ്സിലാക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. സാധാരണക്കാരായ ആട്ടിടയരെ പോലെ നിഷ്കളങ്കരായ ഹൃദയത്തോടുകൂടി
അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരാൻ. ദൈവദർശനമുണ്ടായപ്പോൾ അവർ പറഞ്ഞില്ലേ, നമുക്ക് ബേത്ലഹേം വരെ പോകാമെന്ന്. അതെ, ആ ബോധ്യം എനിക്കെൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് പോകണം. ആ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ വലിയ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ശാന്തിയും സമാധാനവും എന്നും ഞങ്ങളെ സംരക്ഷിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകണമേ. കർത്താവെ, അങ്ങയോടൊത്ത് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സ്നേഹം പങ്കുവെച്ച് തരുന്ന, പല വിധത്തിലും പങ്കുവെച്ച് തരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരെ എല്ലാം നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് കരുണയായിരിക്കണമേ. ആമേൻ.